Something that we get through tricky way will not last long and has to pay for it. Here we are discussing such a topic, The Monkey's Paw by W. Jacobs. ട്രിക്കിലൂടെ അല്ലെങ്കിൽ ചതിയിലൂടെ ഒക്കെ നമ്മൾ നേടുന്ന ഒരു കാര്യവും ഒരു കാലത്തും നമുക്ക് ഉപകാരപ്പെടില്ല. അത് മാത്രമല്ല, അതിന്റെ പേരിൽ നമുക്ക് പലതും നഷ്ടമാകും എന്ന ആ ഒരു സത്യം ഓർമ്മിപ്പിക്കുന്ന ഒരു കഥയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദ മങ്കീസ് പോ എന്നാണ് കഥയുടെ പേര്. ഇറ്റ് ഈസ് എ ഷോർട്ട് സ്റ്റോറി ആൻഡ് ഇറ്റ് വാസ് റിട്ടൺ ബൈ W. Jacobs. W. Jacobs, he is a famous English writer. The Monkey's Paw is a horror short story by the famous English author W. Jacobs. W. Jacobsന്റെ വളരെ മനോഹരമായിട്ടുള്ള അതേസമയം പേടിപ്പിക്കുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ദ മങ്കി പോ എന്ന മങ്കിയുടെ കൈപ്പത്തി, കോരങ്ങന്റെ കൈപ്പത്തി എന്ന ഈ ഒരു ഷോർട്ട് സ്റ്റോറി. ഇത് ഫസ്റ്റ് അപ്പിയർഡ് ഇൻ ഹാർപ്പേഴ്സ് മന്ത്ലി in 1902 and later reprinted in his third collection, The Lady of the Barge. ഇത് ആദ്യമായിട്ട് ഈ ഒരു ഷോർട്ട് സ്റ്റോറി പബ്ലിഷ് ചെയ്തത് 1902 ഹാർപ്പേഴ്സ് മന്ത്ലിയിലാണ് ഇത് ആദ്യമായിട്ട് പ്രിന്റ് ചെയ്ത് വന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ തേർഡ് കളക്ഷനായ ദ ലേഡി ഓഫ് ദ ബാർജിൽ അദ്ദേഹം ഈ സ്റ്റോറി ഉൾപ്പെടുത്തി. ആൻഡ് 3 wishes are granted to the owner of the monkey's paw, but to give enormous prize for interfering with fate. ഈ കഥയുടെ മങ്കീസ് പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് ആ മങ്കീസ് പോ ഉള്ള ആൾക്ക് 3 ആഗ്രഹങ്ങൾ പറയാം. ആ 3 ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടും. പക്ഷേ ഹി ഹാസ് ടു പേ ഫോർ ഇറ്റ്. അതിന്റെ ഫലമായിട്ട് ആ ആഗ്രഹങ്ങൾ സാധിക്കുമെങ്കിലും അദ്ദേഹത്തിന് അതിന് ഇരട്ടിയായിട്ടുള്ള പല കാര്യങ്ങളും നഷ്ടപ്പെടും. ഇതാണ് ആ ഒരു മങ്കീസ് പോ, അതിന്റെ പവർ. ആൻഡ് ഇറ്റ് ഹാസ് എനോർമസ് പവർ. അതിന് ഭയങ്കര ശക്തിയാണുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ടു ബി ഇന്റർഫിയർഡ് വിത്ത് ഫെയ്റ്റ്. നമ്മളുടെ വിധിയെയാണ് അത് മാറ്റിമറിക്കുന്നത്. ആ വിധിയുമായിട്ട് അതിന്, അതായത് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ സാധിക്കാൻ സാധിക്കും. പക്ഷേ അതിന് നമ്മളുടെ വിധി, അതായത് വിധിയിലൂടെ നമ്മൾ വിശ്വസിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും വിധി പോലെ നടക്കും എന്ന് പറയുമ്പോൾ അതിനെതിരായിട്ട് കാര്യങ്ങൾ നടക്കും. പക്ഷേ അതിനേക്കാൾ ഭയാനകമായ കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ അഡാപ്റ്റഡ് ടു പ്ലേസ്, ഫിലിംസ്, TV സീരീസ്, ഓപ്പറാസ്, സ്റ്റോറീസ് ആൻഡ് കോമിക്സ്. ഈ ഒരു ഷോർട്ട് സ്റ്റോറി, ഈ ഹൊറർ ഷോർട്ട് സ്റ്റോറി പല പല രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. വി ക്യാൻ സീ സെവറൽ തീംസ് ഇൻ ദിസ് സ്റ്റോറി. ഈ സ്റ്റോറിയിൽ നമുക്ക് പല തീംസ് കാണാൻ സാധിക്കും. ഫസ്റ്റ് വൺ, ബി സാറ്റിസ്ഫൈ വിത്ത് വാട്ട് വി ഹാവ്. നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അധിക ആഗ്രഹം അല്ലെങ്കിൽ അത്യാഗ്രഹം പാടില്ല എന്നുള്ളതാണ് ഒരു തീം. നെക്സ്റ്റ് വൺ, ഗ്രീഡ് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്. അത്യാർത്തിയിലൂടെ നമുക്ക് വരുന്ന പ്രത്യാഘാതങ്ങൾ. നെക്സ്റ്റ്, യൂസ് ഓഫ് മാജിക് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്. മാജിക് അല്ലെങ്കിൽ തന്ത്രങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കുറുക്ക് വഴികൾ തേടുന്ന സമയത്ത് അതിൻ്റെ പരിണിത ഫലമായിട്ട് നമുക്ക് പല കാര്യങ്ങളും അനുഭവിക്കേണ്ടതായി വരും. അതൊരു തീമാണ്. ആൻഡ് ദ യൂസ് ഓഫ് ട്രിക്കി വേസ് ആൻഡ് ദെയർ ഇഫക്റ്റിംഗ് ലൈഫ്. ജീവിതത്തിൽ നമ്മൾ പല പല ട്രിക്കി വേയും, അതായത് എളുപ്പ വഴികൾ അല്ലെങ്കിൽ കുരുട്ട് ബുദ്ധികളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രതിഫലനം നമ്മളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. അതൊക്കെയാണ് ഈ കഥയിലെ ഇതിവൃത്തം. Then White's family include Mr. White and Mrs. White and their grown-up son Herbert. ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ വൈറ്റ്സ് ഫാമിലിയാണ്. വൈറ്റ്സ് ഫാമിലിയിൽ മിസ്റ്റർ വൈറ്റ്, മിസ്സിസ് വൈറ്റ്, അവരുടെ മകൻ ഹെർബർട്ട്. ആൻഡ് സർജൻ മേജർ മോറിസ്, എ ഫ്രണ്ട് ഓഫ് മിസ്റ്റർ വൈറ്റ് ഹൂ സെർവ്ഡ് അലോങ് വിത്ത് ഹിം വിത്ത് ദ ബ്രിട്ടീഷ് ആർമി ഇൻ ഇന്ത്യ, കം ടു വിസിറ്റ് ഹിം. ഇവരുടെ ഈ വൈറ്റ്സ് ഫാമിലിയിലേക്ക് ഒരു മേജർ മോറിസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം മിസ്റ്റർ വൈറ്റിന്റെ ഒരു സുഹൃത്താണ്. ബ്രിട്ടീഷ് ആർമി, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആർമിയിൽ നമ്മുടെ മിസ്റ്റർ വൈറ്റിനോടൊപ്പം ജോലി ചെയ്ത വ്യക്തിയാണ് മേജർ മോറിസ്. അദ്ദേഹം അവരെ സന്ദർശിക്കാനായിട്ട് അവരുടെ വീട്ടിലെത്തുന്നു. ആൻഡ് അറ്റ് ദി ഡിന്നർ ടൈം ഹി ഇൻട്രൊഡ്യൂസസ് എ മമ്മിഫൈഡ് മങ്കീസ് പോ. ഡിന്നർ ടൈമിൽ അദ്ദേഹം മമ്മിഫൈഡ്, അതായത് എന്താണ്, ഉണക്കി സൂക്ഷിച്ചു വെച്ച ഓരോ രാസവസ്തുക്കളൊക്കെ ഇട്ട് മമ്മി ചെയ്യാൻ നമ്മൾ പറയും. ഈജിപ്തിൽ ഡെഡ് ബോഡിയൊക്കെ സൂക്ഷിച്ച് സുഗന്ധലേപനങ്ങളൊക്കെ പൂശി സൂക്ഷിച്ചു വെക്കുന്നതിനാണ് മമ്മി എന്ന് പറയുന്നത്. അങ്ങനെ സൂക്ഷിച്ചു വെച്ച ഒരു കുരങ്ങന്റെ കൈപ്പത്തി അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നു അവർക്ക്.
and he explains that an old fakir made magic influence in it. മേജർ പറയുന്നു ഈ ഒരു മങ്കീസ് പോയിൽ ഓൾഡ് ഫക്കീർ ഇതിന് മാജിക് കൊടുത്തിട്ടുണ്ട്, അതിന് മാജിക് കപ്പാസിറ്റി ഉള്ള ഒരു എന്താണ് മങ്കീസ് പോവാണിത് എന്ന് പറയുന്നു. ആൻഡ് സോ ഇറ്റ് വിൽ ഗ്രാൻഡ് 3 wishes ബട്ട് വിത്ത് ഹെലിഷ് കോൺസിക്വൻസസ്. ഇതിന് മാജിക് പവർ ഉണ്ട്, ഇതിന് 3 ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ സാധിക്കും, പക്ഷെ അതിന് നമ്മൾ ഒരുപാട് വില കൊടുക്കേണ്ടി വരും. അതായത് 3 ആഗ്രഹങ്ങൾ, നമ്മൾ പറയുന്ന 3 ആഗ്രഹങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടും, പക്ഷേ അതിന് പകരമായിട്ട് നമ്മൾക്ക് പല വിലപിടിപ്പുള്ള വസ്തുക്കളും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പറ്റും. ബിക്കോസ് ഹെലിഷ് കോൺസിക്വൻസസ് ആസ് പണിഷ്മെന്റ് ഫോർ ടാമ്പറിങ് വിത്ത് ഫെയ്റ്റ്. കാരണം നമ്മളുടെ വിധിയെയാണ് അത് മാറ്റിമറിക്കുന്നത്. അങ്ങനെ വിധിയെ മാറ്റിമറിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, ആ നേട്ടങ്ങൾ നമ്മളുടെ വിധിപരമായിട്ട് വരുന്നതല്ല, പക്ഷെ ഈ ഒരു കുറുക്കു വിദ്യയിലൂടെ മാജിക്കിലൂടെ കിട്ടുന്നതാണ്. അങ്ങനെ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടി വരും. അത് പറഞ്ഞു കൊടുക്കുന്നു. ആൻഡ് മോറിസ് ഫേസ്ഡ് ഹോറിബിൾ എക്സ്പീരിയൻസസ് യൂസിങ് ഇറ്റ് ആൻഡ് ത്രോസ് ഇറ്റ് ഇൻ ടു ദ ഫയർ ബട്ട് മിസ്റ്റർ വൈറ്റ് റിട്രീവ്സ് ഇറ്റ്. മിസ്റ്റർ വൈറ്റ് പറയുന്നു, അതായത് മിസ്റ്റർ വൈറ്റിൻ്റെ അടുത്താണ് മോറിസ് ഈ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡിന്നർ ടൈമിൽ ഇവരെല്ലാവരും കൂടി ഇരിക്കുന്നുണ്ട്. അതായത് മിസ്റ്റർ വൈറ്റ് ഉണ്ട്, മിസ്സസ് വൈറ്റ് ഉണ്ട്, ഹെർബർട്ട് ഉണ്ട്, ഇവരെല്ലാവരും നമ്മുടെ മോറിസും ഉണ്ട്. അന്നേരമാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ മോറിസ് പറയുന്നു, ഹി എക്സ്പീരിയൻസ്ഡ് ബിറ്റർ എക്സ്പീരിയൻസസ്. അതായത് ഈ മങ്കിപ്പോ ഉപയോഗിച്ചിട്ട് തനിക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ വന്നിട്ടുണ്ട്. ആൻഡ് ഹി ഈസ് നോട്ട് റെഡി ടു റിവീൽ ദ കോൺസിക്വൻസസ്. അതെന്താണ്, ആ കോൺസിക്വൻസ് എന്താണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നില്ല. ആൻഡ് ഹി ട്രൈസ് ടു ത്രോ ഇറ്റ് ഇൻ ദ ഫയർ. അദ്ദേഹം ആ മങ്കിപ്പോ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ജൂനിയർ മാൻഡ്രിക് എന്ന സിനിമയിൽ കാണുന്ന പോലെ ആ സാധനം എവിടെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഫയർ പ്ലേസിലേക്ക് എറിയുന്നു. ബട്ട് മിസ്റ്റർ വൈറ്റ് റിട്രീവ്സ് ഇറ്റ്. പക്ഷേ മിസ്റ്റർ വൈറ്റ് അത് എടുത്തുകൊണ്ട് വരുന്നു. ആൻഡ് മിസ്റ്റർ മോറിസ് വാണ്ട്സ് മിസ്റ്റർ വൈറ്റ് ഓഫ് യൂസിങ് ഇറ്റ്. മിസ്റ്റർ മോറിസ് പറയുന്നു, താങ്കൾ ഇത് സൂക്ഷിച്ച് ഉപയോഗിക്കണം, ഇത് ഉപയോഗിച്ചാൽ ഒരുപാട് എന്താണ് വാല്യബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും നഷ്ടപ്പെടും, ഇത് ഉപയോഗിക്കാൻ പാടില്ല, ഇതൊരു വാർണിംഗ് ആണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടുമെങ്കിലും ഇറ്റ് ഈസ് നോട്ട് ഗുഡ് എന്ന് മിസ്റ്റർ മോറിസ് പറഞ്ഞു കൊടുക്കുന്നു. ആൻഡ് മിസ്റ്റർ വൈറ്റ് ഹെസിറ്റേറ്റ്സ് ടു യൂസ് ഇറ്റ് ഇൻ ദ ബിഗിനിങ് ആസ് ഹി ഓൾറെഡി ഹാസ് എവറിത്തിങ് ഹി വാണ്ട്സ്. മിസ്റ്റർ വൈറ്റ് ആദ്യം ഈ മങ്കിപ്പോ ഉപയോഗിക്കാൻ തയ്യാറാകുന്നില്ല, കാരണം ഹി ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ഹിസ് ലൈഫ്. അദ്ദേഹത്തിന് ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ജീവിതത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഹി ഈസ് കണ്ടന്റഡ് ഇൻ ഹിസ് ലൈഫ്. തന്റെ ജീവിതത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്, നല്ലൊരു ഭാര്യയുണ്ട്, മകനുണ്ട്, അത്യാവശ്യത്തിന് സ്വത്തുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഹി ഈസ് സാറ്റിസ്ഫൈഡ് ഇൻ ഹിസ് ലൈഫ് ആൻഡ് ഹി ഈസ് കണ്ടന്റഡ് ഇൻ ഹിസ് ലൈഫ്. സോ ഹി ഈസ് നോട്ട് റെഡി ടു യൂസ് ഇറ്റ് ഇൻ ദ ബിഗിനിങ് ആൻഡ് ഹി വിഷസ് ഫോർ $200 at the suggestion of his own son Herbert, which will help him to make the final mortgage payment for his house. He wishes for $200. അങ്ങനെ ആദ്യമൊക്കെ ഈ മങ്കിപ്പോ ഉപയോഗിക്കാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല, മിസ്റ്റർ വൈറ്റ് താല്പര്യപ്പെടുന്നില്ല, കാരണം ഹി സാറ്റിസ്ഫൈഡ് ഇൻ ഹിസ് ലൈഫ്. പക്ഷേ അദ്ദേഹം $200 ആവശ്യപ്പെടുന്നു പിന്നീട്. അറ്റ് ദ സജഷൻ ഓഫ് ഹിസ് ഓൺ സൺ ഹെർബർട്ട്. തൻ്റെ മകനായ ഹെർബർട്ട് പറഞ്ഞിട്ടാണ് $200 വേണമെന്ന് ആവശ്യപ്പെടുന്നത്. കാരണം വിച്ച് വിൽ ഹെൽപ്പ് ഹിം ടു മേക്ക് ദ ഫൈനൽ മോർഗേജ് പേയ്മെന്റ് ഫോർ ഹിസ് ഹൗസ്. വീട് എന്താണ് പണയത്തിലാണ്. അപ്പോൾ ആ വീടിൻ്റെ പണയം തീർത്ത് അവസാനത്തെ ആ ഒരു അടവ് അടച്ച് $200 വേണം. ആ ഒരു അടവ് അടയ്ക്കുകയാണ് എങ്കിൽ വീട് സ്വന്തമാകും. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു പേയ്മെന്റ് എന്ന നിലയിൽ $200 ആവശ്യപ്പെടുന്നു. And Mr. White feels that it moved and twisted like a snake when he expressed his wish and suddenly he drops the paw. മിസ്റ്റർ വൈറ്റ് ഈ ഒരു കാര്യം പറഞ്ഞ സമയത്ത്, അതായത് $200 വേണമെന്ന് ആ മങ്കിപ്പോയോട് ആവശ്യപ്പെടുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ആ മങ്കിപ്പോ. പെട്ടെന്ന് അതൊരു പാമ്പിനെ പോലെ പിടയ്ക്കുന്നതായിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. ആ ഫീൽ ചെയ്ത ഉടനെ തന്നെ അദ്ദേഹം ആ മങ്കിപ്പോ എടുത്ത് ദൂരേക്ക് എറിയുന്നു. ആൻഡ് സഡൻലി ഹി ഡ്രോപ്സ് ദ പോ. പെട്ടെന്ന് ആ ഒരു പാമ്പിന്റെ പടച്ചിൽ പോലെ തോന്നിയിട്ട് പെട്ടെന്ന് അദ്ദേഹം മങ്ങിപ്പോയി എറിയുന്നു. ആൻഡ് അറ്റ് ദാറ്റ് നൈറ്റ് ദ എംപ്ലോയർ അറൈവ്സ് അറ്റ് വൈറ്റ്സ് ഹൗസ് ആൻഡ് റിവീൽസ് ദാറ്റ് ഹെർബർട്ട് വാസ് കിൽഡ് ഇൻ എ ടെറിബിൾ
machine accident and mutilated his body. അന്ന് രാത്രിയിൽ തന്നെ, അന്ന് കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം മിസ്റ്റർ വൈറ്റിന്റെ വീട്ടിലേക്ക് എംപ്ലോയർ വരുന്നു. At that night, the employer arrives at White's house and reveals that Herbert was killed in a terrible machine accident and mutilated his body. അന്ന് രാത്രി ഹെർബർട്ടിന്റെ മുതലാളി അവിടെ വരുന്നു. അദ്ദേഹം പറയുന്നു ഹെർബർട്ട് ഒരു മെഷീൻ ആക്സിഡന്റിൽ മരണപ്പെട്ടു. ആൻഡ് മ്യൂട്ടിലേറ്റഡ് ഹിസ് ബോഡി, അദ്ദേഹത്തിന്റെ ശരീരം ഛിന്ന ഭിന്നമായി, അത്രത്തോളം തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലായി അദ്ദേഹത്തിന്റെ ബോഡി. മെഷീൻ ആക്സിഡന്റ് ആണ്. ആ ഫാക്ടറിയിൽ വെച്ച് അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് അറിയിക്കുന്നു. ആൻഡ് ദ കമ്പനി ഡിനൈസ് എനി റെസ്പോൺസിബിലിറ്റി ഫോർ ഇറ്റ് ആൻഡ് ഡിക്ലെയർസ് ടു ഗിവ് $200 ആസ് എ കൺസലേഷൻ ഫോർ ദ ബറീഡ് ഫാമിലി. അദ്ദേഹം ഒരു കാര്യം കൂടി അറിയിക്കുന്നു, അതായത് ഈ മരണത്തിന്റെ ഉത്തരവാദിത്വം ഒന്നും ഏറ്റെടുക്കാൻ കഴിയില്ല, റെസ്പോൺസിബിലിറ്റി ഒന്നും ഏറ്റെടുക്കാൻ കഴിയില്ല, ഒരു കോമ്പൻസേഷൻ എന്ന നിലയിൽ $200 തരാം എന്ന് അദ്ദേഹം പറയുന്നു. നമുക്ക് നേരത്തെ അറിയാം, ഹെർബർട്ട് പറഞ്ഞിട്ട് മിസ്റ്റർ വൈറ്റ് $200 ആണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ ആഗ്രഹം സാധിച്ചു, പക്ഷേ അതിന് കൊടുക്കേണ്ട വില വളരെ മാരകമായ ഒന്നായിരുന്നു. And after the funeral, a week later, Mrs. White insists Mr. White to use the palm to bring Herbert back to life. After the funeral, a week later, Mrs. White insists Mr. White to use the palm to bring Herbert back to life. ഹെർബർട്ടിന്റെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ഒരാഴ്ചയ്ക്ക് ശേഷം മിസ്റ്റർ വൈറ്റിനോട് പറയുന്നു, നിങ്ങൾ ഒന്നും കൂടി ആ മങ്കിപ്പോ ഉപയോഗിക്കണം. അങ്ങനെ ആ മങ്കിപ്പോ ഉപയോഗിച്ചിട്ട് മരിച്ചുപോയ എൻ്റെ മകനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. എനിക്ക് ആകെയുള്ളത് ആ മകനാണ്, അവനെ നിങ്ങൾ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് മിസ്റ്റർ വൈറ്റിനോട് ആവശ്യപ്പെടുന്നു. ആൻഡ് വിത്ത് ഗ്രേറ്റ് unease, he wants to summon his son's mutilated and decomposing body. ഈ സമയത്ത് മിസ്റ്റർ വൈറ്റ് മിസ്സസ് വൈറ്റിനോട് പറയുന്നു, ഇത് സാധ്യമല്ല, കാരണം ഒരാഴ്ച കഴിഞ്ഞു, അതായത് മരണം കഴിഞ്ഞ് ശവസംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി, അവൻ്റെ ശരീരം ഡീകമ്പോസ്ഡ് ആയി. അത് മാത്രമല്ല, ഇറ്റ് ഈസ് എ മ്യൂട്ടിലേറ്റഡ് ബോഡി. അവൻ്റെ ശരീരം ഛിന്ന ഭിന്നമായിട്ടാണ് നമുക്ക് കിട്ടിയത്. മരണത്തിൽ പോലും പല ഭാഗങ്ങളായിട്ടാണ് നമുക്ക് അവൻ്റെ ബോഡി കിട്ടിയത്. അങ്ങനെയുള്ള ആ ഒരു ബോഡി നമ്മൾ തിരിച്ചു കൊണ്ടുവരണോ എന്ന് മിസ്റ്റർ വൈറ്റ് ചോദിക്കുന്നു. ഇതിലൊക്കെ മിസ്സസ് വൈറ്റ് കടുംപിടുത്തം പിടിച്ച് നിൽക്കുകയാണ്. അതായത് ഏത് വഴിയായാലും എങ്ങനെയായാലും വേണ്ടിയില്ല, ഷീ വോൺസ് ഹെർ സൺ ഹെർബർട്ട്, ആ മകൻ ഹെർബർട്ടിനെ ജീവിതത്തിലേക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നു. ആൻഡ് അറ്റ് നൈറ്റ് ദേ ഹിയർ എ നോക്ക് അറ്റ് ദ ഡോർ. അങ്ങനെ മിസ്സസ് വൈറ്റിന്റെ നിർബന്ധത്തിന് വഴങ്ങി മിസ്റ്റർ വൈറ്റ് ഹി ഡിമാൻഡ്സ് ഫോർ ഹിസ് സൺസ് ബോഡി. അദ്ദേഹത്തിന്റെ ആ മകന്റെ ശരീരം വേണമെന്ന് മങ്കിപ്പോയോട് ആവശ്യപ്പെടുന്നു. 3 വരങ്ങളാണ് ചോദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. 3 ആവശ്യങ്ങളാണ്. ഒന്ന് $200 ആണ് പറഞ്ഞത്, രണ്ടാമത്തേത് തന്റെ മകനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ആൻഡ് മിസ്റ്റർ വൈറ്റ് ഗോട്ട് ടെറിഫൈഡ് ആൻഡ് ഈസ് ഷുവർ ദാറ്റ് ദ സൺ ഔട്ട്സൈഡ് ഈസ് നോട്ട് ദ സൺ ഹി ലവ്. അങ്ങനെ തൻ്റെ മകനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടതിന് ശേഷം കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അവിടെ ഒരു ടെറിഫിക് അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്നു. അങ്ങനെ പിന്നീട് വാതിലിൽ മുട്ട് കേൾക്കുന്നു. വാതിലിൽ മുട്ട് കേട്ടിട്ട് ആ വാതിലിനെ മുട്ടുന്ന ശബ്ദം പിന്നീട് കൂടിക്കൂടി വരികയാണ്. അങ്ങനെ മിസ്സസ് വൈറ്റ് വാതിൽ തുറക്കാൻ പോകുന്ന സമയത്ത് അവർക്ക് കഴിയുന്നില്ല. അങ്ങനെ അവരെ തട്ടി മാറ്റിയിട്ട് മിസ്റ്റർ വൈറ്റ് നോക്കുന്ന സമയത്ത് ഹി ഈസ് ടെറിഫൈഡ് ടു സീ ദ പേഴ്സൺ ഹു ഈസ് സ്റ്റാൻഡിങ് ഔട്ട്സൈഡ്. പുറത്ത് നിൽക്കുന്ന ആ രൂപം കണ്ടിട്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് പേടി തോന്നുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, മ്യൂട്ടിലേറ്റഡ് ബോഡിയാണ്, ഛന്നഭിന്നമായ മുഖം അല്ലെങ്കിൽ ശരീരമാണ്. ആ ഒരു ശരീരത്തെ, ആ ഒരു രൂപത്തെയാണ് അദ്ദേഹം കാണുന്നത്. ആൻഡ് ഹി ഷൗട്ടഡ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഹിസ് സൺ. അദ്ദേഹം അലറിക്കരയാണ് ചെയ്യുന്നത്, ഇതെൻ്റെ മകനല്ല, ഞാൻ സ്നേഹിച്ച മകനല്ല എന്ന് അലറിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം വാതിലടയ്ക്കുന്നു. ആൻഡ് ഹി മേക്സ് ഹിസ് തേർഡ് ആൻഡ് ഫൈനൽ വിഷ് ആൻഡ് ദ നോക്കിംഗ് സ്റ്റോപ്സ്. അങ്ങനെ വേഗം തന്നെ അദ്ദേഹം 3ാമത്തെ ആഗ്രഹം പറയുന്നു. ആ 3ാമത്തെ ആഗ്രഹം പറയുമ്പോൾ തന്നെ, 3ാമത്തെ ആഗ്രഹം ഈ മകനെ വേണ്ടെന്നാണ്. അതായത് ഈ വന്ന രൂപത്തെ വേണ്ട, അവനെ തിരിച്ചു കൊണ്ടുപോകണം എന്നുള്ള ആ ആഗ്രഹമാണ്. അങ്ങനെ 3ാമത്തെ ആഗ്രഹം പറയുന്നു. ആ 3ാമത്തെ ആഗ്രഹം പറയുന്നതോടുകൂടി വാതിലിൽ മുട്ടുന്ന ഒച്ച അവസാനിക്കുന്നു. ആൻഡ് മിസ്സസ് വൈറ്റ് ഓപ്പൺസ് ദ ഡോർ ആൻഡ് സീസ് നോ വൺ ഔട്ട്സൈഡ്.
അങ്ങനെ മിസ്സസ് വൈറ്റ് വാതിൽ തുറക്കുന്നു. അതായത് ഈ മൂന്നാമത്തെ ആഗ്രഹം മിസ്റ്റർ വൈറ്റ് പറഞ്ഞതിന് ശേഷം വാതിൽ മുട്ടുന്ന ഒച്ച നിലയ്ക്കുന്നു. അങ്ങനെ നിലയ്ക്കുന്ന സമയത്ത് മിസ്സസ് വൈറ്റ് വന്ന് വാതിൽ തുറക്കുന്നു. വാതിൽ തുറക്കുന്ന സമയത്ത് ഒന്നും തന്നെ കാണുന്നില്ല അവിടെ. നേരത്തെ നമ്മൾ പറഞ്ഞു മിസ്റ്റർ വൈറ്റ് ആ രൂപം കണ്ടിരുന്നു. അതായത് മകന്റെ മ്യൂട്ടിലേറ്റഡ് ബോഡി അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിന് വളരെയധികം ഭയം തോന്നി. പക്ഷേ മിസ്സസ് വൈറ്റ് മൂന്നാമത്തെ ആഗ്രഹം പറഞ്ഞതിന് ശേഷം മിസ്സസ് വൈറ്റ് വന്ന് വാതിൽ തുറക്കുന്ന സമയത്ത് ആരും തന്നെ അവിടെ ഉണ്ടാകുന്നില്ല. ആൻഡ് ഷീ സീസ് ദ ഡെസേർട്ടഡ് പാത്വേ. ആ ആളൊഴിഞ്ഞ വഴി മാത്രമാണ് അവർ കാണുന്നത്. ആൻഡ് ഇറ്റ് സീംസ് ദാറ്റ് ഓൾ ദ അറ്റ്മോസ്ഫിയർ ഈസ് കാം ആൻഡ് ക്വയറ്റ്. ആ അറ്റ്മോസ്ഫിയർ ഒക്കെ വളരെ ശാന്തമായിട്ട് വിജനമായ വഴിയാണ് അവർ കാണുന്നത്. അങ്ങനെ അതോടുകൂടി ഈ കഥ അവസാനിക്കുക. ഇതിൽ നമ്മൾ പറഞ്ഞു ദ സ്റ്റോറി ഇൻക്ലൂഡ്സ് എ ലോട്ട് ഓഫ് തീംസ്. ഒരുപാട് തീംസ് ഈ സ്റ്റോറിയിലുണ്ട്. ഒന്നാമത്തേത് ബി ഹാപ്പി വിത്ത് വാട്ട് വി ഹാവ്. നമുക്ക് ഉള്ളത് കൊണ്ട് തൃപ്തമാകുക എന്നതാണ് ഇതിനകത്ത് മെയിൻ തീം. കാരണം അമിതമായി നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് വി ഹാവ് ടു ഫൈൻഡ് ഷോർട്ട് കട്ട്സ് ആൻഡ് വി ഹാവ് ടു സഫർ എ ലോട്ട് ഓഫ് കോൺസിക്വൻസസ്. നമ്മൾ ഷോർട്ട് കട്ടിലൂടെ പോകുന്ന സമയത്ത്, അതായത് സമ്പത്തായാലും മറ്റ് എന്ത് തന്നെ ആയാലും നമ്മൾ ഷോർട്ട് കട്ട് തേടുന്ന സമയത്ത് പെട്ടെന്ന് പണക്കാരനാകണം, അല്ലെങ്കിൽ പെട്ടെന്ന് സൗന്ദര്യത്തിന്റെ കാര്യത്തിലായാലും അങ്ങനെയുള്ള ഒരു പദവിയിലെത്തണം, പദവികളായാലും അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ കൂടുന്ന സമയത്ത് നമ്മൾ ഷോർട്ട് കട്ടുകൾ തേടും. അങ്ങനെ ഷോർട്ട് കട്ടുകൾ തേടുമ്പോൾ നമുക്ക് പലതും നഷ്ടമാകുന്ന ഒരവസ്ഥയിലേക്ക് മാറും. അങ്ങനെയുള്ള അത്യാഗ്രഹം കൊണ്ടുവരുന്ന വിപത്താണ് ഈ കഥയിലെ മെയിൻ തീം. ഇതിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്, ദ മങ്കീസ് പോ എന്ന ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കാം. പിന്നീട് വാട്ട് ആർ ദി സീക്രട്സ് ബിഹൈൻഡ് ദ മങ്കി പോ. മങ്കി പോയിൽ 3 ആഗ്രഹങ്ങൾ പറയാമെന്ന് പറഞ്ഞു. ആ കാര്യങ്ങൾ എഴുതണം. പിന്നീട് എക്സ്പ്ലെയിൻ ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്റ്റർ വൈറ്റ് ഓർ മിസ്സസ് വൈറ്റ് അങ്ങനെ ചോദിക്കാം. പിന്നെ ചോദിക്കാവുന്ന വാട്ട് ആർ ദ മേജർ തീംസ് ഇൻ ദിസ് ഷോർട്ട് സ്റ്റോറി. These are the main points. Hope it is useful to you. Thank you.